അച്ഛന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇതിനു മുൻപ് ഇവരോടൊപ്പം ചേർന്ന് ഞാൻ തെറ്റ് ചെയ്ത് കൂട്ടിയപ്പോഴെല്ലാം എന്നെ ശിക്ഷിച്ചതും താക്കീത് ചെയ്തതും എല്ലാം അച്ഛനായിരുന്നു. ഞങ്ങളെല്ലാവരും തൂക്കുകയറി കഴുത്തിൽ ചുറ്റാനും അടുക്കളയിൽ വെച്ച് വരുണിന് വഴുതനങ്ങ ബോംബ് പൊട്ടാനും ഞങ്ങളെല്ലാരും ഭ്രാന്തരെ പോലെ പെരുമാറാനും എല്ലാത്തിനും കാരണം അച്ഛന്റെ ആത്മാവായിരുന്നു. നീ എന്താ ഊർമിള ഈ പറയുന്നേ? ഇതില് വല്ല സത്യമുണ്ടോ? ഉണ്ടെന്തോ അമ്മേ. ആ പൊന്ന് എവിടെയാ ഉള്ളതെന്ന് അച്ഛൻ അറിയാന്ന് ഉറപ്പാ എന്തോ അമ്മേ. ശരിയാ എന്തോമ്മേ. കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഏതോ ഒരു അദൃശ്യ ശക്തിയാ നമ്മളെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. ആ ശക്തി മറ്റാരുമല്ല എന്തോമ്മേ, അച്ഛന്റെ ആത്മാവാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ പിന്നെ ദാസൻ എന്താ ഇപ്പൊ ഒന്നും ചെയ്യാത്തത് മക്കളെ? അവനെല്ലാം അറിയാലോ. ആ പൊന്ന് കിട്ടിയാലേ ശാപമോചനം കിട്ടുമെന്നും അല്ലെങ്കിൽ ഈ വംശം തന്നെ അറ്റുപോകുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ എന്താ ഒന്നും ചെയ്യാത്തെ? അതോ അവൻ അതിനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഇത്രയും അപകടങ്ങളിൽ നിന്ന് നിങ്ങളെയൊക്കെ രക്ഷിച്ചവന് ഇത്രയും വലിയൊരു ശാപം ഉണ്ടായിട്ട് അതിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാത്തതെന്താ? അതാണ് എനിക്കും മനസ്സിലാവാത്ത എന്തോമ്മേ. പക്ഷെ അച്ഛന് മാത്രമേ ആ പൊന്നിപ്പ എവിടെയാണെന്ന് പറയാൻ കഴിയൂ. എന്റെ ദാസേട്ടൻ ഇപ്പൊ എവിടെയാ? ആത്മാവിന്റെ രൂപത്തിലുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എവിടെ? ഇവിടെ നമ്മുടെ അടുത്തെങ്ങനുണ്ടോ മോളെ? ദാസേട്ടാ, 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 ദാസേട്ടൻ എവിടെ? ദാസേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദാസേട്ടാ, എന്റെ വിഷമം നിങ്ങൾ കാണുന്നുണ്ടോ? അമ്മേ, ഇപ്പൊ അച്ഛൻ എവിടെയില്ല. അമ്മയ്ക്കറിയോ, ഇവര് തന്നെയാ അച്ഛന്റെ ആത്മാവിനെ എവിടെയോ തളച്ചിട്ടിരിക്കുന്ന. എന്ത് തോന്നിവാസമായി പറയുന്നേ? ഈ ആത്മാക്കളെ ബന്ധിക്കാൻ മാത്രം ഞങ്ങൾക്ക് എവിടെ ശക്തിയുള്ളേ? അതെ അതെ, എന്താ ഇവിടെ ഒരു പുതിയ കഥ? ആത്മാവൊക്കെ എവിടെയുണ്ട്? സുഹാസിന് ചെറിയമ്മയ്ക്ക് ഒന്നും അറിയില്ല അല്ലേ? നമ്മൾ ഒന്നിച്ചല്ലേ ഒരിക്കലൊരു മന്ത്രവാദിയെ കാണാൻ പോയതും ആത്മാവിനെ ബന്ധിച്ചതും, എന്നിട്ട് വൈദേഹിയായ യന്ത്രമെടുത്ത് വലിച്ചെറിഞ്ഞതും അച്ഛന്റെ ആത്മാവിന് മോചനം കിട്ടി. അതിനുശേഷം നിങ്ങളെ അച്ഛൻ കൊന്നുകളയോ എന്നുള്ള പേടി തോന്നിയപ്പോ വീണ്ടും മന്ത്രവാദിയെ കണ്ട് ആത്മാവിനെ ബന്ധിച്ചതല്ലേ? ഇവര് തന്നെയാണ് എന്തു അമ്മേ. എന്താ? എന്തിനാ എല്ലാരും ഞങ്ങളെ നോക്കുന്നേ? ഈ ഊർമിള ഞങ്ങളോടുള്ള പ്രതികാരം തീർക്കാൻ ഓരോന്ന് പറയുന്നതാ. ശരിക്കും ദാസേട്ടന്റെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെയല്ലേ അങ്ങേരുടെ ജീവൻ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ല? എന്തിന് ഞങ്ങളുടെ അടുത്തേക്ക് മാത്രം വരണം? ആത്മാവും കുന്തും കൊടച്ചക്രം ഒന്നുമില്ല. സുഹാസിന് ചെറിയമ്മേ, വെറുതെ നോണ പറയാൻ നോക്കണ്ട. നിങ്ങൾ കൊണ്ട് തളച്ചിട്ടെടുത്ത് നെങ്ങാനും അച്ഛന്റെ ആത്മാവ് അബദ്ധവശാൽ പുറത്തു വന്നെന്നിരിക്കട്ടെ, പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. സത്യം സമ്മതിക്കുന്നതാ നല്ലത്. അവര് സമ്മതിക്കില്ല ഏടത്തി. ഈ കുടുംബത്തിന് നന്മയുണ്ടാകുന്ന ഒരു കാര്യം അവര് ചെയ്യില്ല. പക്ഷേ ഏട്ടത്തി പറഞ്ഞതുപോലെ അച്ഛന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും ആ ആത്മാവിനെ ഇവരെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിച്ചു എന്നുള്ളതും സത്യമാണെങ്കിൽ ആ ബന്ധനം തകർത്ത് എത്രയും വേഗം അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. കാരണം ഇവിടുത്തെ അവസ്ഥ അച്ഛന് നന്നായിട്ട് അറിയാം. ആ പൊന്നിനെ കുറിച്ചുള്ള സൂചന തരാനെങ്കിലും അച്ഛൻ ഇവിടെ വരാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ.
ശരിയാണ്. സാക്ഷാല മഹാദേവൻ എന്റെ കുഞ്ഞിനെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും. എന്റെ ദാസൻ ഇവിടെ വരും. എന്തിനാടാ നീ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നേ? നല്ല സുഖമുണ്ട് അമ്മേ. അമ്മ ഇവിടെ നിന്ന് പോവാൻ നോക്കേ. ഇവിടെ എന്റെ തല പകുഞ്ഞോണ്ടിരിക്കുമ്പോ അവൻ പാട്ട് കേട്ട് സുഖിക്കുന്നു. എന്തിനാ അമ്മേ തല്ലിയേ? ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തല്ലുമല്ല, കൊന്നു കളയണം. ചെയ്തു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാ അവന്റെ പാട്ടും ബഹളമൊക്കെ. എന്തായിരുന്നു? നല്ല സുഖം തോന്നുന്നുണ്ടെന്നല്ലേ? കാട്ടിക്കിടന്നതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെ സുഖം തോന്നാതിരിക്കും? വീട്ടിലെല്ലാവരും കഴിച്ചിട്ടിട്ട് പോയ പ്ലേറ്റ് കഴുകാൻ അവളെ കൊണ്ടുകൊള്ളൂ. വേണമെങ്കിൽ നീയും ചെന്ന് അവളെ സഹായിക്കാൻ നോക്ക്. അമ്മേ, വസുമതി അങ്ങനെയൊന്നും പറയല്ലേ. അവൾ ആരാന്നാ കരുതിയേ? ആരാടാ? പറയടാ ആരാന്ന്. കാശിന് കൊള്ളാത്തവള് ഇവിടത്തെ മഹാറാണിയും നീ എന്താ മഹാരാജാവാണോ? അമ്മ സത്യം അറിയാതെയാണെങ്കിലും കൃത്യമായിട്ട് കാര്യം പറഞ്ഞല്ലോ. ആർക്കറിയാം, ചിലപ്പോ ആയാലോ അമ്മേ, ആർക്കറിയാൻ പറ്റും. പിന്നെ രാജാവാക്കാൻ പോകുന്ന ആള്. നിന്റെ കല്യാണം ആ അലബലാദിയോടൊപ്പം നടത്തിയപ്പോ തന്നെ മനസ്സിലായില്ലേടാ എല്ലാവരും നിനക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്താണെന്നുള്ളത്. കഷ്ടം. നാണോ ഇല്ലേ അവള് നിന്റെ ഭാര്യയാണെന്നൊക്കെ പറയാൻ? നീ ആ വൈദേഹിയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊന്നു കളയാന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും ഇപ്പൊ മനസ്സില്ല. ഏതു നേരം ആ കരിങ്കുരങ്ങിനെ ഓർത്തുകൊണ്ട് നടന്നോ നീ? ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ശാപവും ഇല്ലേ, അത് തന്നെ അവരില്ലാതാക്കിക്കോളും. എന്ത് ശാപം ഇല്ലാണ്ടാക്കുമെന്നോ? അതെ, ഇന്ന് അമ്മ കണ്ടില്ലായിരുന്നോ? ചെടിച്ചട്ടി താഴേക്ക് വീണ് അജയൻ തലനാരഴിക്കാൻ രക്ഷപ്പെട്ടെ. ജസ്റ്റ് മിസ് അമ്മേ. എന്നുവച്ചാ ശാപം നേരിട്ട് വന്ന് ആ ചെടിച്ചട്ടി മോളിന്ന് താഴേക്ക് തള്ളിയിട്ടെന്നോ? ആ, അത് തന്നെ. അങ്ങനെയല്ലേ അമ്മേ? എല്ലാരും പേടിച്ചിരിക്കുക. എപ്പോ എന്ത് നടക്കുന്നറിയാണ്ട് ഏതാണ്ട് എല്ലാവരും മരിക്കുന്ന അവസ്ഥയിൽ തന്നെയാ. ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ലതും നടന്നാ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കും. ഒന്ന് പോടാ. ശാപം വന്ന് തള്ളിയിട്ടതല്ല ചട്ടി. ഈ സുഹാസിനിയുടെ സെറ്റപ്പ് ആയിരുന്നു ആ ചട്ടി. എന്ത്? അമ്മയുടെ പണിയായിരുന്നെന്നോ? അതേടാ, അവരവിടേക്ക് വരാൻ വേണ്ടി ആ ബലൂൺ അവിടെ കൊണ്ടുവച്ചത് ഞാനാ. എന്നിട്ട് അവരവിടെ നിൽക്കുമ്പോ ആ പൂച്ചട്ടി തട്ടിയിട്ടത് ഞാൻ തന്നെ. അത് ശാപത്തിന്റെ ഫലമൊന്നും അല്ല. എന്റെ മോനെ രാജാവാക്കി വാഴിക്കാൻ അവരുടെ എല്ലാം അന്ത്യം കുറിക്കാൻ ഞാൻ എഴുതിയ മരണശാസനം ആടാ അത്. അതെയോ? അത് തട്ടിയിട്ടത് അമ്മയായിരുന്നു? അമ്മയാള് കൊള്ളാലോ. എന്നെ കടത്തി വെട്ടി കളഞ്ഞല്ലോ. പിന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? വേറെ മാർഗമില്ല. പക പോക്കാൻ ഒരുമ്പെട്ടിറങ്ങി എന്റെ മോൻ ഒരു പീറപ്പെണ്ണിനെ കൈ കിട്ടിയപ്പോ ഇങ്ങനെ അവളുടെ പുറകെ വാലും തൂക്കി നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയേ? അയ്യോ എന്റെ പൊന്നമ്മേ, പുലി പതുങ്ങുന്നത് എന്തിനാണെന്ന് അറിയാത്ത പോലെ സംസാരിക്കല്ലേ അമ്മേ. തിരിച്ചടി ഭയങ്കരമായിരിക്കും. അല്ലമ്മേ, രാജപദവി ഞാനങ്ങ് ഉപേക്ഷിച്ചെന്ന് അമ്മയോട് ആരായി പറഞ്ഞ്? അമ്മ എന്നിൽ കാണുന്ന ഏതൊരു മാറ്റവും രാജപദവിയിലേക്കുള്ള ഓട്ടോ. അതമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഇനി എന്ത് മനസ്സിലാക്കാനാടാ? ഇത് നീ തന്നെയാണോ? അതോ നിന്റെ വല്യച്ഛന്റെ ആത്മാവ് വീണ്ടും നിന്റെ ദേഹത്തെങ്ങാനും കേറിയോ? ഞാൻ തന്നെ അമ്മേ. വല്യച്ഛന്റെ ആത്മാവാണെങ്കിൽ ഇങ്ങനെയാണോ? അമ്മയ്ക്കിട്ട് രണ്ട് തന്ന് എന്നെ ഞാൻ ആ ഫാനിൽ കെട്ടി തൂക്കിലായിരുന്നോ? ദിസ് ഈസ് മീ ടോക്കിംഗ് ടു മൈ മമ്മി ത്രൂ ദിസ് മീ വിത്ത് മമ്മി. ഇറ്റ്സ് മീ മമ്മി, മീ കൺഫേം മീ. വാട്ട് ഈസ് ദിസ് മമ്മി? ഇതുകൊണ്ടാടാ നിന്റെ ദേഹത്ത് പിശാച് കേറിയൊന്ന് ചോദിച്ചത്. പിശാചിന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്തെ
നിന്റെ വല്യച്ഛൻ ആത്മാവായിട്ട് അലയുന്നുണ്ടെന്നുള്ളത് ഇതുവരെ ഈ വീട്ടിൽ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ നമ്മളാണ് മന്ത്രവാദിനെ കൊണ്ട് തളച്ചിട്ടെന്ന് എല്ലാരും അറിഞ്ഞു. വല്ല പൂജയോ വഴിപാടോ നടത്തി ആ ആത്മാവിനെ എങ്ങനെ പുറത്തു കൊണ്ടുവന്നാലോ? അവര് കൊണ്ടുവരുന്നത് നിക്കട്ടെ. വല്യച്ഛന്റെ മരണത്തീയതിയുടെ അന്ന് തന്നെത്താനെ പുറത്തു വന്നോളൂ. അന്ന് ഇവിടെ പലതും നടക്കും അമ്മേ. എന്റെ ഈ മാറ്റം രാജപദവി എന്ന എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ മാത്രം. ബാക്കിയുള്ളവരോടുള്ള പക ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ലമ്മേ. വല്യച്ഛന്റെ ആത്മാവ് പുറത്തിറങ്ങും മുമ്പ് ഇവിടെ പലരുടെയും ജീവൻ പോകും അമ്മേ. അമ്മ പേടിക്കണ്ട. അതിരിക്കട്ടെ, ആ ആഭരണങ്ങൾ എവിടെയാ? നിന്റെ വല്യച്ഛനെ അറിയാന്നല്ലേ പറഞ്ഞേ? അയാളായിരിക്കും എവിടെയെങ്കിലും എടുത്തു വെച്ചേ. പിന്നെന്താ അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും അയാൾ പറയാതിരുന്നേ? അതെ അമ്മേ, എനിക്കും അതാണ് മനസ്സിലാവാത്തത്. ആ ആഭരണങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ശാപവിമോചനം എപ്പോഴേ കിട്ടിയേനെ. നമ്മളെ ഇട്ട് വട്ട് തട്ടിയതല്ലാണ്ട് സത്യം അയാൾ എന്തുകൊണ്ടാണ് ഇവരോട് പറയാതിരുന്നത്? കൊച്ചുമോള് ജനിക്കും, ശാപവിമോചനം കിട്ടുമെന്നോർത്ത് ആ കാര്യം അയാളങ്ങ് വിട്ടതാണോ? അതോ ഇനി വേറെ വല്ല കാരണവും ഉണ്ടാവും? കാരണം എന്തെങ്കിലും ആവട്ടെടാ. ആ പൊന്നു കിട്ടിയ ശാപവിമുക്തി കിട്ടുമെന്ന് നിന്റെ വല്യച്ഛന് അറിയാവുന്നത് കൊണ്ട് അയാളുടെ ആത്മാവ് വെറുതെ ഇരിക്കില്ല. പഠിച്ച പണി 18 നോക്കും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അതിനു മുമ്പ് പല തലയും ഇവിടെ വീഴും. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാനൊന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ. എങ്ങനാടാ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഞാനുണ്ടല്ലോ അമ്മേ, ഞാൻ എല്ലാം നോക്കിക്കോളാം. വരുണേട്ടൻ എവിടെ? പാല് കുടിക്കാൻ ഞാൻ കണ്ടില്ലായിരുന്നു ഏട്ടാ. ഇനി കണ്ടുകൊണ്ടായാലും കുഴപ്പമില്ല. എന്താ അതില് തെറ്റ്? നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ? അതിരിക്കട്ടെ, ആരെ തപ്പി നടക്കുക നീ? എന്നെയാണോ വസുമതി? എനിക്കറിയാം, എന്നെ തന്നെയാ. എന്താ കാര്യം? എന്താ വേണ്ടേന്ന് ചോദിക്കാനാണോ? വരുണേട്ടൻ എന്തെങ്കിലും വേണോന്ന്? അല്ല, പാലോ ജ്യൂസോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നിട്ട് പോവാന്ന് കരുതി. പോവാന്നോ? എവിടേക്ക്? സമയമായില്ലേ, കിടക്കണ്ടേ? ഞാൻ ഈ ഹാളിലല്ലേ കിടക്കുന്നത്. അത് ഇന്നലെ വരെ മാത്രം. ഇപ്പൊ ഞാനുള്ളപ്പോ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്, അവിടെ മനോഹരമായൊരു കിടക്കയും ഉണ്ട്. പിന്നെന്തിനു നീ ഇവിടെ കിടക്കണം? എന്നെയും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ കിടന്നാ മതി. വരുണേട്ടന്റെ മുറിയിലോ? അവിടെ അമ്മയുണ്ടല്ലോ. അമ്മയോ? അമ്മ അതൊക്കെ മനസ്സിലാക്കിക്കോളും. നീ എനിക്ക് നല്ല ചൂടുള്ള പാലെടുത്തോണ്ട് വാ. അതിനൊപ്പം വേറെയും ചിലതൊക്കെ വേണം കേട്ടോ. ആ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം ചെന്ന് പാലെടുത്തോണ്ട് വാ. അപ്പത്തേക്ക് ഞാൻ മുറി സെറ്റാക്കട്ടെ. വരുണേട്ടൻ എന്താ സെറ്റാക്കാനാ? ഞാൻ നോക്കിക്കോളാം. സെറ്റാക്കലെന്ന് പറഞ്ഞാ മുറിയിലെല്ലാം അടുക്കി വെച്ച് വൃത്തിയാക്കലല്ല. അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതിനെയാ സെറ്റാക്കണോന്ന് പറഞ്ഞത്. നീ അങ്ങോട്ടേക്ക് വരുമ്പോ മറ്റാരും അവിടെ ഉണ്ടാവരുത്. പെട്ടെന്ന് വാ. ഈ വരുണിന് ഇത് എന്തിന്റെ കേടാന്ന് ആർക്കറിയാം? ഇന്നത്തെ കാലത്ത് ആരെയും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാ. സ്വന്തം മോനാണെങ്കിൽ പോലും വാരിട്ടലച്ച് തൊണ്ട. അമ്മ എന്താ ചെയ്യുന്നേ? എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെങ്കി നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന അർത്ഥം. എന്താന്ന് പറ. ഏയ്, ഒന്നുമില്ലമ്മേ. ഇന്ന് എന്താന്നറിയില്ലമ്മേ, പെട്ടെന്ന് കിടന്നുറങ്ങാൻ തോന്നുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? താരാട്ട് പാടി ഉറക്കണോ നിന്നെ? അതൊന്നും അല്ലമ്മേ. വസുമതിക്ക് ഒറ്റയ്ക്ക് കിടന്ന ഉറക്കം വരില്ലത്രേ. ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെ. എന്താ നീ പറഞ്ഞു വരുന്നേ? എന്റെ അമ്മേ, ഇതൊക്കെ ഞാൻ എങ്ങനെ അമ്മയോട് പറയാ? മകൻ പറയേണ്ട കാര്യമാണോ? അമ്മയാ മനസ്സിലാക്കേണ്ടേ. എന്തെന്നാടാ ഞാൻ മനസ്സിലാക്കണ്ടേ? എന്താ ശരിക്കും നിന്റെ പ്രശ്നം? ഭഗവാനെ, ശത്രുവിന് പോലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. എന്നാലേ മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാം. പുതുതായി കല്യാണം കഴിച്ച കുട്ടിയെ ഹോളിലോ സോഫയിലോ അടുക്കളയിലോ കിടത്തിയ അത് മര്യാദയാണോ അമ്മേ? വരുണിന് ഭാര്യയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലെന്ന് വീട്ടിലെ പണിക്കാര് വരെ നാളെ പറഞ്ഞു തുടങ്ങിയില്ലേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാടാ? വേണമെങ്കിൽ അവളോട് ചെന്ന് ടെറസിൽ കിടന്നോളാൻ പറ. ചൂട് സമയല്ലേ, നല്ല കാറ്റും കൊണ്ടേ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അയ്യോ അമ്മേ,
അമ്മയ്ക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തെ? എനിക്കാണെങ്കിൽ എങ്ങനെ പറയണമെന്നും അറിയില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ലേ, ഞങ്ങൾ ഒന്നിച്ചല്ലേ കിടന്നുറങ്ങേണ്ടേ? അവൾ ഇവിടെ എന്റെ അടുത്ത് തന്നെ കിടന്നോട്ടെ അമ്മേ. എന്താ അവൾ ഇവിടെ കിടന്നോളൂന്നോ? അപ്പൊ പിന്നെ ഞാൻ എവിടെ കിടക്കും എന്നുവെച്ചാ എന്നോട് പുറത്തുപോയി കിടക്കാൻ പറയാ? അമ്മയോട് ഞാനായിട്ടത് പറയുന്നത് ശരിയാണോ? അമ്മ തന്നെയല്ലേ അത് മനസ്സിലാക്കേണ്ടേ? എടാ എടാ, ഇത് കൊള്ളാലോ. ആ ലവലാതി പെണ്ണിന് വേണ്ടി. അമ്മേ, എത്ര വട്ടം ഞാൻ അമ്മയോട് പറഞ്ഞതാ അവൾ എന്റെ ഭാര്യയാണ്, അമ്മയുടെ മരുമോളാണെന്ന്. അമ്മ പോയേ, പുറത്തു പോ. അവളിപ്പോ ഇങ്ങോട്ട് വരും. അവള് വരുന്നതിന് മുന്നേ പോ അമ്മേ. എടാ ചെറുക്ക, എന്താണ് നീ ഇങ്ങനെ മാറിയേ? ആ പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയെ നീ അടിച്ച് പുറത്താക്കുന്നോടാ. ഞാൻ എവിടെ പോയി കിടക്കണമെന്നാ? എവിടെയെന്ന് വെച്ചാ ആ ഹാളിലോ, അല്ലെങ്കിൽ നല്ല തണുപ്പാണെന്നല്ലേ പറഞ്ഞേ? എന്നാ ടെറസിൽ പോയി കിടന്നോ. ആ അല്ലെങ്കിൽ അപ്പുറത്തൊരു റൂമുണ്ടല്ലോ, എപ്പോഴും പൂട്ടിയിട്ടേക്കുന്ന കാണാം. എടാ അത് സ്റ്റോർ റൂമാടാ. എന്നോടാണോ നീ സ്റ്റോർ റൂമിൽ പോയി കിടക്കാൻ പറയുന്നേ? സ്വന്തം മോന്റെ സന്തോഷത്തിന് വേണ്ടി എത്രയോ അമ്മമാർ എന്തൊക്കെ ത്യാഗങ്ങളാ ചെയ്യുന്നേ. അമ്മയ്ക്ക് ബെഡ്റൂം ത്യജിക്കാൻ പറ്റില്ലേ? ചെല്ല്, പോ അമ്മേ. എടാ വരണേ, ഇതൊന്നും ശരിയല്ല കേട്ടോ. അമ്മേ നന്നായിരിക്കും അമ്മേ. സാധനങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി അവിടെ ഒരു ബെഡ് ഇട്ടങ്ങ് കിടന്നാ പോരെ? നല്ല സുഖമായിരിക്കും. എന്നാലും ഉറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാ എവിടെ കിടന്നാലും ഒരേ പോലെ അല്ലേ അമ്മേ? പ്ലീസ് അമ്മേ, ഒന്ന് പോവമ്മേ. അതേ വസുമതി വന്നു. അമ്മ പോയേ, ചെല്ലമ്മേ. ആ വാ വസുമതി, വാ. വരണേട്ടാ, സാരമില്ല. അമ്മ എന്തിനാ പുറത്ത് കിടക്കുന്നത്? സാറില്ല സാറില്ല, അമ്മ എവിടെയെങ്കിലും കിടന്നോളൂ. വസുമതി നീ നിക്ക്. അമ്മേ കണ്ടോ വസു എത്ര നല്ലവളാണെന്ന്? അമ്മയ്ക്ക് വേണ്ടി അവള് പുറത്ത് കിടക്കാന്ന് പറയുന്നു. അപ്പൊ അമ്മ അത് വേണ്ട മോളെന്നല്ലേ പറയണ്ടേ? അമ്മ, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് മനസ്സിലാക്ക്. എന്താടാ, വേറെ വല്ല പ്ലാനും ഉണ്ടോ? അതല്ലേ ഞാൻ പറയുന്നേ, അമ്മയ്ക്കാ മനസ്സിലാവാത്തെ. എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പോയിക്കോളാം. നേരം വെളുക്കുമ്പോഴേക്ക് എല്ലാം റെഡിയാക്കിക്കോളാം. അതൊക്കെ റെഡിയായിരിക്കും. അമ്മയ്ക്ക് എന്നെ കുറിച്ച് അറിഞ്ഞൂടെ? അമ്മ പോയേ. ശരി. നടക്കമ്മേ. വരണേട്ടൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് മാറിയേ? അമ്മയെ ഇതുപോലെ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എടാ സ്റ്റോർ റൂമിലല്ല, വഴിയേക്ക് പോയി കിടക്കാൻ പറഞ്ഞാലും ഞാൻ പോയി കിടക്കും. അതൊന്നും വേണ്ട, ഇതിനകത്ത് പോയിക്കോ. ആ എടാ വരണേ, എന്തോന്നാടാ ഇത്? ഇതിനകത്ത് ലൈറ്റ് ഫാനും ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. അകത്ത് ഞാൻ എങ്ങനെ കിടക്കും? എന്തൊരു ഇരുട്ടാന്ന് നോക്കിക്ക്. അമ്മേ, ഇപ്പോഴല്ലേ അമ്മേ ഫുട്പാത്തിൽ വരെ കിടക്കാന്ന് പറഞ്ഞേ? ഇവര് രണ്ടുപേരും കൂടി ഇവിടെ എന്തെടുക്കുക? ചെറിയമ്മ വന്ന് സ്റ്റോർ റൂമിന്റെ കീ എടുത്ത് പോകുന്നത് കണ്ടായിരുന്നു. എന്തായിരിക്കുമോ ഇവരുടെ പ്ലാൻ? ശരിയടാ, ഇന്ന് ഒരു രാത്രി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അതിരിക്കട്ടെ, ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ, നാളെ തൊട്ട് അവളവിടെ ഉണ്ടാവില്ലല്ലോ. നീയൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. നീ എന്ത് പ്ലാൻ ചെയ്താലും അത് നീയാണെന്ന് ആരും അറിയരുത്. അത് ഞാൻ നോക്കിക്കോളാം. അമ്മ എനിക്ക് വിട്ടു തന്നേക്ക്. അമ്മ ചെന്ന് കിടക്കാൻ നോക്ക്. അതിരിക്കട്ടെ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? പറയുന്നൊന്നും നടക്കാറില്ലല്ലോ അമ്മേ, അതുകൊണ്ട് പറയാതെ ചെയ്യാന്ന് കരുതി. ശരി. ആ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. ഞാൻ ഈ വാതിൽ കുറ്റിയിടുന്നില്ല. ആയിക്കോട്ടെ. അമ്മ ചെല്ല്. അമ്മയ്ക്ക് ഞാനൊരു ടേബിൾ ഫാൻ കൊണ്ടുവരാം. ആ സോറി അമ്മേ, എന്റെ പ്ലാനും അമ്മയുടെ എക്സ്പെക്ടേഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. രണ്ടും കൂടി ക്ലാഷ് ആവും. കുറച്ചു ദിവസം അമ്മ ഇതിനകത്ത് തന്നെ കിടന്നേ പറ്റൂ. ആ അയ്യോ, ഇതെന്താ ഈശ്വര, ഒടുക്കത്തെ ഇരുട്ടാണല്ലോ. എടാ വരണേ. ഇതെന്താ ഇവൻ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞേ? എടാ വരണേ, 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 വാതില് തുറക്കടാ. എടാ എന്തിനാടാ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയേ? വരുണേ, അറിയാതെ പറ്റിയതാണോ അതോ മനഃപൂർവ്വം പൂട്ടിയിട്ട് പോയതാണോ? വരുണേ, അവൻ മനഃപൂർവ്വം ചെയ്തതാവും. ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ പണി ചെയ്തേ. അപ്പോ അവന്റെ പ്ലാൻ വസുമതിയെ കൊല്ലാനല്ല, അവളെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ വേണ്ടി എന്നെ അവൻ ഇതിനകത്ത് കൊണ്ടടച്ചു. വരുണേ, എടാ വരുണേ, ഈ ഇരുട്ടറയ്ക്കകത്ത് ഞാൻ എങ്ങനെ രാത്രി കഴിച്ചു കൂട്ടും? ഭഗവാനെ, മോനു വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിരുന്നു.
പക്ഷെ ഇവൻ ഇങ്ങനെ ഒരുത്തനായിരുന്നു. എടാ വരുണേ, വാതില് തുറക്കടാ. ആസ്മയുള്ളതാ. ഈ പൊടിക്കകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവൂലോ എന്റെ ഭഗവാനെ. ഇങ്ങനെ പലതും നടക്കും. എന്നാ ഇനി അങ്ങോട്ട് വരുൺ ബസുമതിയുടെ സാരിത്തുമ്പം പിടിച്ച് നടക്കുന്നുള്ളത് ഉറപ്പാ. നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കുകയും ചെയ്യും. അങ്ങനെ എന്തു മായയാ നീ ചെയ്തത് വരുൺ ഇങ്ങനെ മാറാനായിട്ട്? മായൊന്നും ഇല്ലേടുത്തി. ബസുമതി കൂടെയില്ലെങ്കിൽ ജീവിതം ഉണ്ടാവില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാവും അവന് ഈ മാറ്റം ഉണ്ടായത്. ഇനി സുഹാസിനി ചെറിയമ്മയും അവൻ തന്നെ മാറ്റിയെടുത്തോളും. എങ്ങനെയുള്ളവനാണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെന്ന് പറയാറ്. അത് സത്യമാണെന്ന് ഇവന്റെ കാര്യത്തിൽ